2018 ജൂൺ 18 വൈൽഡ് ബോൾസ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബിലെ കുട്ടികൾ ആ ടീമിൽ ഏകദേശം 11 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെപ്പോഴും പോലെ ആ ഗ്രൗണ്ടിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഹിറ്റ് കോച്ചായിരുന്നു അവരെ ഈ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അവർ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത് അവരൊക്കെ കുറച്ച് പ്രായം കൂടുതലുള്ള കുറച്ച് ഗ്രൂപ്പിലെ കുട്ടികൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞത് ശേഷം ആ കോച്ച് അവരെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ബായ് പറഞ്ഞ് ആ കുട്ടികൾ അവിടെ നിന്ന് പോയിരുന്നു. ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവരുടെ എല്ലാ മൊബൈൽ ഫോണും മാറ്റി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കോച്ചായാലും ആ കുട്ടികളുടെ മൊബൈൽ ഫോൺ ആയാലും എല്ലാം ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ കോച്ച് ആദ്യ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കുറച്ച് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളെ മൊബൈലിൽ പോയി നോക്കുന്ന സമയത്ത് ആ ഫോണിൽ കുറേ മിസ് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ആ മിസ് കോൾസ് ആരുടെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ട്രെയിനിങ് കൊടുത്തില്ലേ, ആ 11 വയസ്സ് മുതൽ 16 വയസ്സുള്ള കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ മിസ് കോളായിരുന്നു അത് മുഴുവനും. അവർ ട്രെയിനിങ് കഴിഞ്ഞ് പോയിട്ട് കുറേ നേരമായിരുന്നു. പക്ഷേ ഇതുവരെ അവരാരും അവരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയം തന്നെ കോച്ച് എല്ലാവരുടെ മൊബൈലിൽ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെ മൊബൈലിൽ പോലും ആ കോൾ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു സാങ്പോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഫോണിലേക്ക് കോൾ കണക്റ്റ് ആയിരുന്നത്. ആ കുട്ടി ഫോൺ എടുത്തത് ആ വീട്ടിൽ നിന്നായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ ആ കുട്ടിയെ മാത്രം ആ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ വന്നിട്ട് നേരത്തെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഈ കോച്ച് വിളിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് അവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടികൾ അവരെല്ലാവരും അവരുടെ സൈക്കിൾ എടുത്തിട്ട് അടുത്തുണ്ടായിരുന്ന താം ലുവാങ് എന്ന് പറയുന്ന ആ ഗുഹയിലേക്കായിരുന്നു അവരെല്ലാവരും പോയത് എന്നായിരുന്നു ആ കുട്ടി ആ കോച്ചിനോട് പറഞ്ഞത്. അതായത് ആ കേവ് എക്സ്പ്ലോർ ചെയ്യാമെന്ന പ്ലാനോടെയായിരുന്നു എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫോൺ വിളിച്ചതിന് ശേഷം ആ പ്രധാന കോച്ചില്ലേ അയാൾ സൈക്കിൾ എടുത്തിട്ട് ആ കേവ് പറഞ്ഞില്ലേ താം ലുവാങ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന ആ എൻട്രൻസ് വെച്ച് തന്നെ അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു. അതായത് ആ കുട്ടികളിലെ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആ താം ലുവാങ് ഗുഹയിലേക്ക് പോയി എന്ന് പറഞ്ഞ കുട്ടികളിലെ അവരുടെ എല്ലാവരുടെ സൈക്കിളും ആ ഗുഹനെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ശക്തിയിൽ വെള്ളം ആ ഗുഹയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവർ ആ ട്രെയിനിങ്ങിൽ പോകുന്ന സമയത്ത് നല്ല മഴ തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ആ ഗുഹയിൽ എത്തിയ സമയത്ത് മഴ ഭയങ്കര ശക്തിയായിരുന്നു. ആ കംപ്ലീറ്റ് വെള്ളവും ആ ഗുഹയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ മുഴുവൻ പേരും ആ ഗുഹയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും അതിനൊരു ട്രാപ്പിഡായിരിക്കും. കാരണം പുറത്തേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ കേവിനുള്ളിൽ പെട്ടുപോയ ആ കുട്ടികളുടെ കംപ്ലീറ്റ് തിങ്സ് അവരുടെ ബാക്കിയുള്ള സാധനങ്ങൾ, വാച്ച്, അതുപോലെ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ തായ്ലാൻഡ് പോലീസ് അവരുടെ പരിസരത്ത് നിന്നും കിട്ടിയിരുന്നു. അതേസമയം തന്നെ ഈ കേവിനുള്ളിലേക്ക് പോയിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം ഈ കേവിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്ന വഴിയില്ലേ അവിടെ നിന്നും അങ്ങോട്ടേക്ക് വെള്ളത്തിൻ്റെ ലെവൽ കൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് നടന്നു പോയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. അവിടുത്തെ നാട്ടുകാർ കൂടാതെ തായ് നേവി സീൽസും ആ ഭാഗത്ത് എത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു ടീം സെറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഈ കാര്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷ് സിവിലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിരുന്നു. അതായത് തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ സമയത്ത് വിളിക്കാൻ കാരണം ഇദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഈ കേവ് ഡൈവിങ് ചെയ്ത ഒരാളാണ്. അതുകൂടാതെ ഈ താം ലുവാങ് കേവില്ലേ ആ കേവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കൂടാതെ കുറേ തവണ ഇദ്ദേഹം ഈ താം ലുവാങ് കേവിന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേവിനെ കുറിച്ച് കുറേ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. ഈ തായ്ലാൻഡിൽ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ കേവാണ് ഈ താം ലുവാങ് കേവ്. ഈ കേവിൻ്റെ ആ ഒരു എൻട്രൻസിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ടി സെക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും ഈ കേവ് 2ആയി ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഈ കേവ് പോകുന്നത് ഏകദേശം 16 കിലോമീറ്റർ ആഴത്തിലേക്കാണ്. അത്രയും ആഴത്തിലേക്കാണ് ഈ കേവിൻ്റെ എല്ലാ വഴികളും പോകുന്നത്. ആ കേവിനുള്ളിലേക്ക് പോയ കുട്ടികളിലെ അവരിപ്പോൾ ജീവനം ഉണ്ടാകണമെങ്കിൽ ആ കേവിൻ്റെ കുറച്ചുകൂടെ എലിവേറ്റഡ് സെക്ഷൻ, കുറച്ചുകൂടെ ഉയരത്തിലുള്ള സെക്ഷനിൽ അവരുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ വെള്ളത്തിൽ നിന്ന് മുങ്ങാതെ കുറച്ച് ഉയരത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തായാലും ആ കേവിന് എൻട്രൻസ് ചെയ്യുന്ന കുറേ ഉയരത്തിലുള്ള കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനായിരിക്കും അവരുണ്ടായിട്ടുണ്ടാവുക. ഈ തായ് അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്തതിൽ ഒരു ബ്രിട്ടീഷ് സിവിലിയനാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വെർവൻ അൻസ്വർത്ത്. ഇദ്ദേഹം ഈ തായ് അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്തത് ബ്രിട്ടീഷ് കേവ് റെസ്ക്യൂ കൗൺസിലിൻ്റെ അവർ വഴിയായിരുന്നു. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന് കൂടെ ജോൺ ഉളാന്തനും റിക് സ്റ്റാൻറ്റണും ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ റിക്കും ജോണും ഇല്ലേ, ഇവർ രണ്ടുപേരും കേവ് ഡൈവിംഗ് ബഡീസാണ്. ഇവർ കുറേ വർഷമായിട്ട് ഒരുമിച്ച് ഡൈവിങ് ചെയ്യാറുണ്ട്. കുറേ റെസ്ക്യൂ മിഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറേ ബോഡീസും ഇവർ വെള്ളത്തിൽ നിന്ന് ഒരുമിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ ആ കേവിനുള്ളിൽ ട്രാപ്പായിട്ട് കുറേ ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്ത് പേടിച്ചിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ലോകത്തിലെ പല ഭാഗത്തു നിന്നും കുറേ അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറേ ഡൈവേഴ്സ് ആ ലൊക്കേഷനിൽ എത്തുന്നുണ്ടായിരുന്നു. ആ കേവിനുള്ളിൽ കുട്ടികൾ ജീവനുണ്ടെങ്കിൽ അവരെല്ലാവരും ഭയങ്കര ടയേർഡായിരിക്കും. കാരണം കുറച്ച് മണിക്കൂർ ഈ കേവിൽ സ്പെൻഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു എല്ലാവരും കേവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർ കേവിൽ ട്രാപ്പായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിശന്ന് ഭയങ്കര അവശരായിട്ടായിരിക്കും അതിനുണ്ടായിട്ടുണ്ടാവുക.
അതേസമയം പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ കേവിനുള്ളിൽ വെള്ളത്തിൻ്റെ ലെവൽ പതുക്കെ കൂടുന്നുണ്ടായിരുന്നു. അതേസമയം പുറത്ത് നേവി സീൽസ് അവരെ കൊണ്ട് കഴിയുന്നതുപോലെ മാക്സിമം ഒരു വഴി കണ്ടുപിടിക്കുക, ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുക, അങ്ങനെ കുറേ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പോയിന്റായിരുന്നു ആ ഒരു ബ്രിട്ടീഷ് സിവിലിയൻസിലെ അവരെല്ലാവരും ആ പോയിന്റിലേക്ക് വരുന്നത്. ഇവർ വന്ന സമയത്ത് കുറേ ക്രിറ്റിസിസംസ് ഇവർ നേരിട്ടിരുന്നു. അതായത് ഇത്ര യങ് ആയിട്ടുള്ള നേവി സീൽസിന് പറ്റാത്ത കാര്യങ്ങളാണ് ഇത്രയും പ്രായമുള്ള ഈ വയസ്സന്മാർ ചെയ്യാൻ പോകുന്നത്. ഈ വയസ്സന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രായത്തിൽ എന്നായിരുന്നു കൂടുതൽ ആൾക്കാരും പറഞ്ഞിരുന്നത്. ഈ ഡൈവേഴ്സില്ലേ അവരിൽ ജോണിന് ഈ കേവ് ഡൈവിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയും കൂടിയായിരുന്നു കേവ് ഡൈവിങ്. അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം ജോലി എന്ന് പറയുന്നത് IT കൺസൾട്ടൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന റിക്കില്ലേ, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് റിക്ക്, അദ്ദേഹം ഒരു ഫയർ ഫൈറ്ററാണ്. പക്ഷേ ഇവർ എത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവർക്ക് ഈ മിലിറ്ററി ഓപ്പറേഷൻസ്, ഈ മിലിറ്ററി പരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ഫീൽഡായ ആ കേവ് ഡൈവിങ്ങിൽ ഇവർ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. ജസ്റ്റ് ഒരു എക്സ്പേർട്ടുള്ള കേവ് ഡൈവറിന് എന്തായാലും ആ കേവിനുള്ളിലേക്ക് പോയിട്ട് അവരെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കുറേ സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമേ കേവിനുള്ളിലേക്ക് പോകാൻ പറ്റൂ. ഇവരുടെ ഫീൽഡായി കേവ് ഡൈവിങ്ങിൽ ഇവർ കുറേ കൂടെ എക്സ്പേർട്ടായിരുന്നു. അതിന് അങ്ങനെ പറയാൻ കാരണം ഇവർക്ക് കുറേ സ്കിൽസ് അറിയാമായിരുന്നു. സാധാരണ ഒരു ഡൈവറിനെക്കാളും കുറേ കൂടെ എക്സ്പീരിയൻസും കുറേ കൂടെ സ്കിൽസും ഇവർക്കുണ്ടായിരുന്നു. ഈ താമലുവാങ് ഈ കേവില്ലേ അതിൻ്റെ ആ കേവിൻ്റെ ഒരു സ്ട്രക്ചർ പറയുന്ന സമയത്ത് കുറച്ച് ദൂരം നമുക്ക് ഡൈവ് ചെയ്ത് പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഹില്ലിന് മേലെ കൂടെ വെള്ളത്തിൽ കൂടെ കയറി പോകേണ്ടി വരും. അതുമല്ലെങ്കിൽ കുറച്ച് ഇടുങ്ങിയ വഴി കൂടെ നുഴഞ്ഞ് കയറി പോകേണ്ടി വരും. ഇവിടെയൊക്കെ ജസ്റ്റ് ഡൈവറായിരുന്നാൽ മാത്രം പോരാ, കുറേ സ്കിൽസുള്ള ഒരാൾക്ക് മാത്രമേ ആ കേവിനുള്ളിലേക്ക് പോയിട്ട് ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ. ആ ഒരു ടാസ്കിൽ ഇവർ കംപ്ലീറ്റ്ലി എക്സ്പേർട്ടായിരുന്നു. റിക്കും ജോണും അവരുടെ ആദ്യത്തെ ഡൈവിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ കൂടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ചരട് പോലെ ഒരു സംഭവം വെച്ചിരുന്നു. കാരണം ഇവരൊരു പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു വഴി മാറാതിരിക്കാനായിരുന്നു ഒരു ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്ത് ഇവർ പോകുന്നുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇവർ ആദ്യത്തെ ഡൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം ആ കേവിനുള്ളിൽ ഭയങ്കര കറണ്ട് ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഭയങ്കരമായിരുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവർ ഡൈവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ആ തുടക്കത്തിലെ ഡൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. റിക്കും ജോണും ഞാൻ പറഞ്ഞ ഒരു ഗൈഡ് ലൈന് ആ ഗൈഡിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ഗൈഡിനെ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള ഡൈവേഴ്സും അവർ പുറകെ വരുന്നുണ്ടായിരുന്നു. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാലും ഈ ഒരു ടാസ്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു എല്ലാവർക്കും. അവർ പോയിക്കൊണ്ടിരുന്ന ആ പോയിന്റ് ആയിരുന്നു ആ ഒരു കേവിൻ്റെ, ആ താമലുവാങ് കേവിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ഉയരത്തിലുള്ള ഒരു പോയിന്റാണ്. അവിടേക്ക് വെള്ളം ഒരിക്കലും എത്തില്ല. ഇനിയിപ്പോൾ ആ കുട്ടികൾ ഇനിയിപ്പോൾ ജീവനുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ആ പോയിന്റിലെ പേരായിരുന്നു പട്ടായ് ബീച്ച്. ആ ഒരു പട്ടായ് ബീച്ച് എന്ന പോയിന്റ് ആയിരുന്നു കുറച്ചുകൂടെ എലിവേറ്റഡ് ആയിട്ട് ആ ഗുഹയെന്ന് കുറച്ച് ഉയരത്തിലുള്ള ആ ഒരു പോയിന്റ്. എന്തായാലും കുട്ടികളുടെ ജീവനുണ്ടാകുന്ന വിശ്വാസത്തിലായിരുന്നു ആ ഡൈവേഴ്സ് കംപ്ലീറ്റ് എല്ലാവരും ആ ഒരു പോയിന്റ് നോക്കി പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ റിക്കും ജോണും ആ നേരെ ആ ഒരു പട്ടായ് ബീച്ച് എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എങ്ങനെ കുട്ടികൾ വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്, ഇനി ഏതെങ്കിലും പ്ലേസ് മിസ്സായി കഴിഞ്ഞാൽ ഇനി കുട്ടികളെ കിട്ടാതെ വരുമെന്ന് വിചാരിച്ചിട്ട് ആ പട്ടായ് ബീച്ച് എന്ന പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പോകുന്ന വഴിയിലുള്ള കുറേ കൂടെ ഇടയ്ക്കുള്ള കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു പോയിന്റും കൂടെ ചെക്ക് ചെയ്ത് ഈ ജോൺ റിക്കും മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അതേസമയം പുറത്ത് മഴ ഭയങ്കര ശക്തിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാർക്ക് വിചാരിച്ചത് ഈ റെസ്ക്യൂ മിഷൻസ് തുടങ്ങി ആ സമയത്താണ് ഈ മഴ കൂടിയിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം കുട്ടികൾ മരിക്കണമെന്ന് അവർക്ക് വിധി ഉണ്ടായിരുന്നു. അവർ മരിക്കാനാണ് ഈ പ്രകൃതി മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അവിടുത്തെ നാട്ടുകാർ സമയത്ത് വിചാരിച്ചിരുന്നത്. ആ ഒരു പോയിന്റിൽ ആ റെസ്ക്യൂ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ റിക്കും ജോണും ആ ഒരു പോയിന്റിൽ ആ ഒരു ഡൈവിങ് നിർത്തിയിരുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് വരാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നേവി സീൽസിലെ അവരെ കൊണ്ട് കഴിയുന്നതുപോലെ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഒരു പാഴാക്കാതെ അവരെ കൊണ്ട് കഴിയുന്നതുപോലെ പുതിയ വഴി കണ്ടുപിടിക്കുക, ആ പുറത്തേക്ക് ആ കേവിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുക, പമ്പ് സെറ്റ് ചെയ്തിട്ട് മാക്സിമം വെള്ളം പുറത്ത് കളയുക. അങ്ങനെ കുറേ കൂടെ കാര്യങ്ങൾ ഈ നേവി സീൽസ് അവരെ കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം കുറേ കൂടെ നാട്ടുകാർ, കുറേ വോളണ്ടിയേഴ്സ് ഈ റെസ്ക്യൂ മിഷനായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വന്ന നാട്ടുകാരിൽ ഒരാളായിരുന്നു ഫോമൽ നേവി സീലായ സമൻ കുനൻ. ആ കേവിൻ്റെ ചേംബർ 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് കുറേ ക്ലിയർ ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. ആ കേവിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെള്ളമുള്ള സമയത്ത് ഈ ഒരു ചേംബർ 3 കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ബാക്കിയുള്ള പമ്പ് സെറ്റ് അതൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് പോയിന്റ് ആ നേവി സീൽസ് അവിടെ സെറ്റ് ചെയ്തു. അവിടെയുള്ള എല്ലാവരുടെയും എക്യുപ്മെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തത് ആ ഒരു പോയിന്റിലായിരുന്നു. അതേസമയം നേരത്തെ ബ്രിട്ടീഷ് ഡൈവേഴ്സിൽ അവർ ആ ഒരു പോയിന്റിൽ ഡൈവ് നിർത്തിയിരുന്നു. കാരണം ഭയങ്കര കാലാവസ്ഥ മോശമായിരുന്നു, അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവർ നിർത്തിയെങ്കിലും ഈ നേവി സീൽസ് അവരെ കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ മാക്സിമം വെള്ളമൊക്കെ പമ്പ് ചെയ്ത് പുറത്ത് കളയുന്നുണ്ടായിരുന്നു. അതേസമയം പുറത്ത് കാലാവസ്ഥ കുറച്ച് ബെറ്റർ ആയിരുന്നു. ആ സമയത്ത് നേരത്തെ നിർത്തിയ ഡൈവിങ്ങില്ലേ, ആ ബ്രിട്ടീഷ് ഡൈവേഴ്സ് അവർ വീണ്ടും അവരെ ഡൈവിങ് തുടങ്ങിയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഡൈവിങ്ങിന് ശേഷം ആ കേവിൻ്റെ കുറേ ഉയരത്തിലുള്ള ഒരു പോയിന്റിലേക്ക് അവരെത്താൻ കഴിഞ്ഞു. പക്ഷേ അവിടെ വരെ എത്തിയിട്ടും കുട്ടികളുടെ ഒരു സൈനും
അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ആ സമയത്ത് യൂസ് ചെയ്ത സ്ട്രാറ്റജി ആയിരുന്നു അവരുടെ കയ്യിലുള്ള ഓക്സിജനിലെ അതിൽ 1/3 ഭാഗം ആ ഗുഹേനെ ഉള്ളിലേക്ക് വരാനും അതിലൊരു ഭാഗം തിരിച്ചു പോകാനും പിന്നൊരു ഭാഗം ഒരു റിസർവായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ആ കേവിനുള്ളിലേക്ക് കയറിയ പിന്നെ ഈ സ്ട്രാറ്റജി മുഴുവനും തെറ്റിപ്പോയിരുന്നു. അവർ അത്രയും പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവർ കൊണ്ട് മാക്സിമം അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അവരുടെ കയ്യിലുള്ള ഗൈഡ് ലൈൻസ് ഇല്ലേ, അത് ഓരോ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അവരുടെ പുറകിൽ വരുന്ന ആ ഡൈവേഴ്സിന് ഒരു വഴിയും കൂടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ബാക്കി ഡൈവേഴ്സ് ആ ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ടി സെക്ഷനിൽ ആ കേവിൻ്റെ ടി സെക്ഷൻ അത് കഴിഞ്ഞിട്ട് കുറേ കൂടെ ദൂരത്തേക്ക് ആ ഡൈവേഴ്സ് എല്ലാവരും, പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് ഈ ഡൈവേഴ്സിൽ അവരെല്ലാം ഉള്ള ഗ്രൂപ്പ് അവരെല്ലാവരും കുറേ മുന്നോട്ട് പോയിരുന്നു. ആ സമയത്ത് ഒന്ന് സർഫസിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഡൈവേഴ്സ് പതുക്കെ, ആ ബ്രിട്ടീഷ് ഡൈവേഴ്സിൽ ഒരാൾ പതുക്കെ ആ സർഫസിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഒരു പോയിന്റിൽ ചെറിയ വെളിച്ചം കണ്ടിരുന്നു. ആൾ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പതുക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെയോ പിറുപിറുക്കുന്ന ഒച്ചം കേട്ടിരുന്നു. ആൾ പതുക്കെ ആളെ ക്യാമറ എടുത്ത് ഓണാക്കുന്നു. Many people are coming. We are the first. Many people come. ആ ഒരു പോയിന്റിൽ ലോകത്തുള്ള മുഴുവൻ പേരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എല്ലാവരും കേട്ടത്. അതായത് ആ കേവിലൂടെ പെട്ടുപോയ അത്രയും കുട്ടികൾ ജീവനുണ്ട്, ഒരാൾക്കും ഒരു കുഴപ്പമില്ലാതെ അവരെല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന കാര്യമായിരുന്നു ആ ഒരു പോയിന്റിൽ ലോകം മുഴുവനും കേട്ടത്. ആ ബ്രിട്ടീഷ് റെസ്ക്യൂവേഴ്സില്ലേ, അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു അത്രയും പെട്ടെന്ന് ആ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അവരങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ട് ആരെങ്കിലും കുട്ടികളെ കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ കിട്ടാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടാവും. ആ ബ്രിട്ടീഷ് റെസ്ക്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്രയും പെട്ടെന്ന് ആ കുട്ടികളെ കിട്ടിയത്. പക്ഷേ ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് ആ കുട്ടികളെ കണ്ടെത്തിയെങ്കിലും ആ ഡൈവേഴ്സിൽ ഒരാൾക്ക് പോലും, പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് ഡൈവേഴ്സിന് പോലും ഇവരെല്ലാവരെയും പുറത്തെങ്ങനെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിൽ ആ കുട്ടികളെ പുറത്തെത്തിക്കാനായിട്ട് കുറേ ഓപ്ഷൻസ് ഇവരെ കയ്യിലുണ്ടായിരുന്നു. അതിലുള്ള ഒരു ഓപ്ഷനായിരുന്നു ഈ കുട്ടികളിലെ ഉള്ളിലെ കുട്ടികൾ, ആ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഡൈവിങ് പഠിപ്പിച്ചിട്ട് അതിനുശേഷം ഇവരെ പുറത്തെത്തിക്കുക. ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാവും, അവരെല്ലാവരും ഇങ്ങനെ ഡൈവിങ് ചെയ്യുന്ന എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ട് എല്ലാവരും കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അത് പ്രകാരം എല്ലാ കുട്ടികളും നീന്തിയിട്ട് പുറത്തെത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമായിരുന്നു ആ ഒരു കേവില്ലേ, അത് ഡ്രില്ല് ചെയ്തിട്ട് ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ട് അതുവഴി എല്ലാ കുട്ടികളും പുറത്തെത്തിക്കാം. 2010 ചൈനയിലെ ചിലിയിൽ ഒരു മൈനിൽ എല്ലാവരും കുടുങ്ങിയ സമയത്ത് ഇതുപോലെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ട് അതുവഴിയായിരുന്നു എല്ലാവരും എത്തിച്ചത്. അതിനുശേഷം മൂന്നാമത്തെ ഒരു ഓപ്ഷനായിരുന്നു ഈ മഴക്കാലമല്ലേ, ഇപ്പോൾ തുടങ്ങിയ ഈ മഴക്കാലം അത് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ പറയാൻ കാരണം അവർക്ക് കുട്ടികളില്ല, ഉള്ളിലെ കുട്ടികൾ, അവർക്ക് എല്ലാവർക്കും മാക്സിമം അവർക്ക് ആവശ്യമുള്ള ഫുഡ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ഡൈവേഴ്സും സുഖമായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് എത്തിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ മഴക്കാലം തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഈ കുട്ടികളെ സുഖമായിട്ട് പുറത്തെത്തിക്കാൻ പറ്റും എന്നായിരുന്നു അവർ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത്. ഈ റെസ്ക്യൂ മിഷൻ കാണുന്നവർക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ഓപ്ഷൻസൊക്കെ അല്ലേ, ഈ 3 ഓപ്ഷൻസൊക്കെ പറഞ്ഞില്ലേ, ഈ 3 ഓപ്ഷൻസ് ഒരിക്കലും റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ല. ഈ 3 ഓപ്ഷനും പോസിബിൾ അല്ല. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞില്ലേ, ഈ കുട്ടികളെ ഇൻസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് നീന്താൻ പഠിപ്പിച്ചിട്ട് പുറത്തെത്തിക്കാന്ന് പറഞ്ഞില്ലേ, അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഈ ഡൈവേഴ്സില്ലേ, ഈ ഡൈവേഴ്സിന് പോലും, ഇത്രയും എക്സ്പെർട്ടായ ഡൈവേഴ്സിന് പോലും ആ കേവിനുള്ളിൽ നിന്ന് പുറത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്കൊന്നും കഴിയുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ അവരെ നീന്താൻ പഠിപ്പിച്ചിട്ട് അവരെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. പ്രത്യേകിച്ച് ആ കുട്ടികൾ കുറേ പേർക്ക് നീന്താൻ അറിയില്ല, കുറച്ച് പേർക്ക് നീന്താൻ കഴിയില്ല. കാരണം ഇവർ കുറേ ദിവസമായിട്ട് ഫുഡും ഇതൊന്നും ഇല്ലാതെ ഭയങ്കര അവശരായിട്ട് കിടക്കുകയാണ്. ഫുഡ് മാത്രമല്ല, ഉറക്കമില്ല ഇവർ മര്യാദയ്ക്ക്. ഈ ഒരു അവസ്ഥയിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഡൈവിങ് പഠിപ്പിച്ചിട്ട് പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. പിന്നെ ഈ കേവ് പറയുന്നത് പോലെ ഭയങ്കര ഈസിയായ ഒരു കേവ് ഒന്നുമില്ല. കുറേ സ്ഥലത്ത് ഭയങ്കര ഇടുങ്ങിയ വഴിയും അതുകൂടാതെ തന്നെ ഭയങ്കര ഇരുട്ടും. ആ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടായാൽ അവരുടെ മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഓപ്ഷനായ ഈ ഡൈവിങ് പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞാൽ ആ ഒരു ഡ്രില്ലിങ് ഓപ്ഷനല്ലേ, ആ ഡ്രില്ലിങ് ഓപ്ഷൻ ശരിക്കും ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം ഈ ചൈനയിലെ ചിലിയിൽ ചെയ്ത് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ആ ചൈനയിലെ ചിലിയിൽ മൈനിൽ കുടുങ്ങിയ ആ വർക്കേഴ്സിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് അവർ പുറത്തെത്തിക്കാൻ അവർക്ക് വേണ്ടി വന്നത് ഏകദേശം 7 ആഴ്ച സമയമാണ്. ഇവിടെ നമ്മുടെ തായ് കേവ് റെസ്ക്യൂവിൽ അവിടെ ഡ്രില്ല് ചെയ്തിട്ട് ആ കുട്ടികളെ പുറത്തെത്തിക്കണമെങ്കിൽ ആ കുട്ടികൾക്കും ആ ഗ്രൗണ്ടിനിടയ്ക്ക് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത്രയും കിലോമീറ്റർ താഴെയാണ് അവരെല്ലാവരും ഉള്ളത്. അതുകൂടാതെ അവരിടയിൽ ഭയങ്കര വലിയ പാറകളൊക്കെ ഉണ്ട്. ശരി,
എന്നാലും കൂടെ അവർ ആ ഡ്രില്ല് ചെയ്ത് പുറത്തെത്തിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് അവർ എക്സാക്റ്റ് പോയിന്റ് ഡ്രില്ല് ചെയ്തിട്ട് താഴെ എത്തിക്കാനുള്ള ഒരു എക്സാക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇമ്പോസിബിളുള്ള കാര്യമാണ്. അതിനൊരിക്കലും കഴിയില്ല. അവസാന ഓപ്ഷനായ ഈ മഴക്കാലം കഴിയുന്നവരെ വെയിറ്റ് എന്ന് പറഞ്ഞല്ലേ, ഈ ഓപ്ഷൻ ഇത് നേരത്തെ പറഞ്ഞ ഓപ്ഷനില്ലേ അതുള്ളതിനേക്കാളും ഏറ്റവും ഡേഞ്ചർ ഓപ്ഷനാണ്. കാരണം ആ കേവിനുള്ളിലെ ഓക്സിജൻ അല്ലേ, അവർ നിൽക്കുന്ന ആ ചേമ്പൽ ഓക്സിജൻ അത് അപകട അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും ഭയങ്കര താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് അവർക്കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ. ആ മഴക്കാലം തുടങ്ങിയിട്ട് അവസാനിക്കാൻ ഇനി മാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേവിനുള്ളിൽ അവർ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞില്ല, റിട്ടയർ ആയിട്ടുള്ള ഒരു നേവി സീൽ വന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞില്ല, സമൻ കുനൽ, അദ്ദേഹം ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയിൽ മരിച്ചു പോയിരുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു റെസ്ക്യൂ മിഷൻ എത്ര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു. അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോയിന്റിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒരു കയ്യിലുണ്ടായിരുന്നില്ല. ഈ കുട്ടികളെ ഇങ്ങനെ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ കുറേ ഇൻസൈൻ ആയിട്ടുള്ള ഒരു പൊട്ട ഐഡിയ ഒരാളുടെ മനസ്സിലേക്ക് വന്നു. അതായത് ഉള്ളിലെ കുട്ടികളെ അവരെ സെഡേറ്റ് ചെയ്തിട്ട്, അതായത് ബോധം കെടുത്തിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് എല്ലാവരും പുറത്തെത്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡൈവേഴ്സിനും ആ കുട്ടികൾക്ക് ഒരു ഡേഞ്ചറും ഇല്ല. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് റിക്ക് അദ്ദേഹം തോന്നിയിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഒരു ഓസ്ട്രേലിയൻ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് ആയിരുന്നു, അദ്ദേഹത്തിനോട് ഈ ഒരു ഐഡിയ റിക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഓപ്ഷനാണ്, ഇതൊരിക്കലും ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കുട്ടികൾ സർവൈവ് ആകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ചെയ്യരുതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഓസ്ട്രേലിയൻ ഡോക്ടർ. അദ്ദേഹം ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും ആ ഒരു പോയിന്റിൽ ട്രാവൽ ചെയ്തിട്ട് ആ തായ്ലാൻഡിലെ കേവിൻ്റെ അങ്ങോട്ടേക്ക് അദ്ദേഹം വന്നിരുന്നു. പക്ഷേ അങ്ങനെ കേവിൻ്റെ ആ ലൊക്കേഷൻ എത്തിയ അദ്ദേഹം ആ റിക്കിൻ്റെ ഫ്രണ്ടായ ഹാരിസിലെ ഡോക്ടർ ഈ സെഡേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ആ ഒരു പ്ലാന് സമ്മതിച്ചു. അങ്ങനെ സമ്മതിക്കാൻ കാരണം റിസ്ക് ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ പ്ലാൻ മാത്രമേ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പ്ലാന് അവർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ലോകത്ത് പല ഭാഗത്തു നിന്നും എക്സ്പേർട്ട് ആയിട്ടുള്ള കുറേ ഡൈവേഴ്സ് ആ കേവിന് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പേർട്ടുള്ള ഡൈവേഴ്സിൻ്റെ കീഴിൽ ആ 2 ബ്രിട്ടീഷ് ഡൈവേഴ്സില്ലേ, അവരുടെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട്, ഒരു എക്സ്പേർട്ടുള്ള ടീം ഫോം ചെയ്തിട്ട് അവർ ആ കുട്ടികളെ എങ്ങനെ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ സെറ്റ് ചെയ്ത പ്ലാനായിരുന്നു ആ കുട്ടികളെ ഫസ്റ്റ് ആ ഒരു പോയിന്റിൽ പോയിട്ട് ആ കുട്ടികളെ ആദ്യം 2 ഷോട്ട് ഈ സെഡേഷൻ കൊടുത്തിട്ട് ബോധം കെടുത്തുക. അതിനുശേഷം അവർക്ക് ഒരു എയർ പ്രഷർ മാസ്ക് ഇട്ട് കൊടുത്തിട്ട്, ഈ ഒരു മാസ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എക്സ്ട്രാ അവർ പോകുന്ന സമയത്ത് എങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ എയർ പ്രഷറിലെ ആ വെള്ളം റിമൂവ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ മാസ്ക് കറക്റ്റായി നിൽക്കുവാണെങ്കിൽ അവർക്ക് വെള്ളം ഉള്ളിൽ കയറാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെറ്റ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്യൂട്ട് ഇട്ട് കൊടുക്കുക. ആ ഡൈവിനൊക്കെ ഉപയോഗിക്കുന്ന സ്യൂട്ടാണ്. ആ സ്യൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാസ്ക് ഫിറ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഒരു 80% നിറഞ്ഞിരിക്കുന്ന ഒരു ഓക്സിജൻ സിലിണ്ടർ അവർ നെഞ്ചിൽ സെറ്റ് ചെയ്യും. അതിനുശേഷം അവരെല്ലാവരെയും ഒരു ഡൈവേഴ്സിനൊപ്പം നിർത്തും. പിന്നെ അവസാനമായിട്ട് അവരെ കൈ 2 കൂടെ പുറകിലേക്ക് വെച്ച് കെട്ടും. അങ്ങനെ കെട്ടാൻ കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുട്ടിയുടെ കൈ അങ്ങനെ തടഞ്ഞ് വേറെ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ കെട്ടിയിരുന്നത്. അതിൻ്റെ അവസാന പോയിന്റിൽ ഈ ഡൈവേഴ്സിനെ ഓരോരുത്തരെ വെച്ചിട്ട് ഓരോ കുട്ടികളെയും അവരൊപ്പം വെച്ച് കെട്ടും. അങ്ങനെ കെട്ടാൻ കാരണം ഈ പോകുന്ന വഴിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴിയാണ്, ഒഴുക്കും പാറയും എല്ലാം ഉണ്ട്, കൂടെ ഇരുട്ടും. ഇങ്ങനെ കുട്ടികൾ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു പോയിന്റിൽ ഇവരിങ്ങനെ കെട്ടിയത്. ഇനിയിപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും ആ കുട്ടികളുടെ എല്ലാവരുടെയും ജീവൻ ആ ഡൈവേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ആ കുട്ടികളെ ആ കേവിൻ്റെ ആ ഒരു വഴി കൊണ്ടുവരുന്ന സമയത്ത് കംപ്ലീറ്റ് ഡൈവ് ചെയ്ത് പോകാൻ കഴിയില്ല. ആ ഒരു പോയിന്റിൽ കുറച്ച് ദൂരത്തിൽ നടന്ന് വന്നിട്ട് ശേഷമാണ് ആ കുട്ടികളെ വെള്ളത്തിൽ കടത്തിയിട്ട് പിന്നീട് ഡൈവ് ചെയ്ത് പോകുന്നത്. ആ ഒരു പോയിന്റ് വരെ എല്ലാ കുട്ടികളെയും ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അതിൽ കിടത്തി അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഇവിടെ ഏറ്റവും ഡേഞ്ചറാன ഒരു പോയിന്റ് ആയിരുന്നു ഈ കൊടുത്ത സെഡേഷനിലെ 2 ഡോസ് സെഡേഷൻ. ആ 2 ഡോസ് സെഡേഷൻ ഈ കംപ്ലീറ്റ് ജേർണിക്കും അവർക്ക് തികയില്ല. ആ ഒരു പോയിന്റിൽ ഇവർ ഡൈവ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ എക്സ്ട്രാ ഒരു സിറിഞ്ചും അതിൽ സെഡേഷൻ ഉണ്ടാവും. ആ ഡൈവേഴ്സ് എല്ലാവരും അത് പഠിക്കുകയും ചെയ്തിരുന്നു, എങ്ങനെ ഇത് സെഡേഷൻ കൊടുക്കാമെന്ന കാര്യം പഠിച്ചിരുന്നു. ആ ഒരു പോയിന്റിൽ രണ്ട് ഡോസ് കൊടുത്തില്ല. ആ ഒരു പോയിന്റ് വെച്ചിട്ട് 2 ഡോസ് സെഡേഷൻ തീരും. ആ സമയത്ത് ഇവരെ കയ്യിലുള്ള എക്സ്ട്രാ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ കുട്ടികൾ സെഡേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവർ കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇടയിൽ വെച്ച് ഇവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ അത് ആ ഡൈവേഴ്സിനും പ്രശ്നമാണ്, ആ കുട്ടികളും പ്രശ്നമാണ്. 2 പേരും ആ സ്പോട്ടിൽ മരിക്കും. അതുകൊണ്ട് ഇവർ 2 പേരുടെ ജീവനും ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഒരു സെഡേഷൻ മാത്രമാണ്. അത് ഭയങ്കര സേഫായിട്ട് ആ സെഡേഷൻ കൊടുക്കണമെന്നും എല്ലാവരും പരസ്പരം പറഞ്ഞിരുന്നു. പിന്നെ ആ ഒരു പോയിന്റിൽ ഇവർ ഡൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു പോയിന്റിന് ശേഷം കേവിലെ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നേവി സീൽസ് മാറ്റിയിരുന്നു. അതിന് സഹായിച്ചത് അവിടുത്തെ നാട്ടുകാരും പുറത്തുനിന്നുള്ള കുറേ വോളണ്ടിയേഴ്സും വന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ കേവിലെ കുറേ വെള്ളം അവർക്ക് എടുത്തു മാറ്റാൻ കഴിഞ്ഞത്. ആദ്യ ദിവസം അവർക്ക് 4 കുട്ടികൾ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു പോയിന്റിൽ അവരുടെ കോൺഫിഡൻസ് ഭയങ്കരധികം കൂടിയിരുന്നു. കാരണം അവർ ചെയ്ത ഈ പ്ലാന് വർക്കാവുന്നുണ്ടായിരുന്നു.
അവർ ഒരു പോയിന്റ് വിചാരിച്ചിരുന്നില്ല, ചിലപ്പോൾ ഇത് വർക്ക് ആയില്ലെങ്കിലും എന്ന് കുറേ പേർ തോന്നിയിരുന്നു. പക്ഷേ ഇത് വർക്കാവുന്നു അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നില്ല. ഈ 4 കുട്ടികളെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം അവർക്ക് കംപ്ലീറ്റ്ലി അവർക്ക് ഉറപ്പായി നമ്മുടെ പ്ലാൻ വർക്കാവുന്നുണ്ട്, എല്ലാ കുട്ടികളും സേഫായിട്ട് രക്ഷിക്കാം എന്നൊരു പോയിന്റിൽ അവർക്ക് എല്ലാവർക്കും തോന്നി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം 4 കുട്ടികൾ റെസ്ക്യൂ ചെയ്തു, അതിനടുത്ത ദിവസം 4 പേര്, അതിനടുത്ത ദിവസം 4 പേര്, പിന്നെ അസിസ്റ്റൻറ്റ് കോച്ച്. അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു പോയിന്റ് വരെ ഇവർ പ്ലാന് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഇവർ ചെയ്ത പ്ലാനില്ലേ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവർ സെറ്റ് ചെയ്ത മാസ്കില്ലേ, ആ ഒരു എയർ പ്രഷർ, വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും ആ ഒരു വെള്ളം പ്രഷർ ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്തേക്ക് റിമൂവ് ചെയ്യുന്ന ആ ഒരു മാസ്കില്ലേ, അതിൻ്റെ കുട്ടിക്ക് തികയുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി ആ ഒരു ഗ്യാങ്ങിലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. ആ ഒരു കുട്ടിയുടെ ഫേസിന് ആ ഒരു മാസ്ക് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു ഭയങ്കര ചെറിയൊരു മാസ്ക് ഉണ്ടായിരുന്നു. ആ മാസ്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല ഒന്ന് ചിന്തിച്ചാലും ആ ഒരു മാസ്ക് കൈ വെച്ചിരുന്നത്. പക്ഷേ ആ ഒരു പോയിന്റിൽ അവർ ആ ഒരു മാസ്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ട് ആ ഒരു മാസ്ക് എടുത്തിട്ട് കുട്ടിയുടെ മുഖത്ത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാസ്ക് ആയിരുന്നു. ആ ഒരു മാസ്ക് മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മുഖത്ത് ഫിറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. ഈ അവസാനത്തെ കുട്ടിയാണ്, പുറത്ത് എത്തിച്ചേ പറ്റൂ. എങ്ങാനും ഒരു പോയിന്റിൽ വെച്ചിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എയർ പ്രഷർ കാരണം വെള്ളം പുറത്തേക്ക് പോകില്ല, ആ സമയത്ത് കുട്ടി മരിക്കും. പക്ഷേ അവർക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ആ ഒരു മാസ്കിനെ വിശ്വസിച്ചിട്ട് അവർ മാസ്ക് സെറ്റ് ചെയ്തിട്ട് ആ കുട്ടീനെ പുറത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതും സക്സസ്ഫുള്ളായിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ കംപ്ലീറ്റ് മിഷനും അവസാനം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ കംപ്ലീറ്റ് കുട്ടികളെയും കോച്ചിനെയും ഒരു കുഴപ്പമില്ലാതെ ഡൈവേഴ്സിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര വലുതായിരുന്നു റിസൾട്ട്. ഈ ഓപ്പറേഷൻ ഇടയ്ക്ക് കുറച്ച് തായ് നേവി സീൽസിന് ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിലൊരാൾ ഈ ഓപ്പറേഷന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ചു. അതുകൂടാതെ 2 തായ് നേവി സീൽസ് കൊല്ലപ്പെട്ടു. പിന്നെ തുടക്കത്തിൽ ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ തായ് നേവി സീൽസിനും പിന്നെ ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സില്ലേ ഈ ഡൈവേഴ്സായിട്ട് വന്ന് അവരുടെ ഇടയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർ പരസ്പരം തമ്മിൽ അവരുടെ ഐഡിയോളജി, അവരുടെ ഐഡിയാസും കാരണങ്ങളൊക്കെ പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ 2 ഗ്രൂപ്പ് ഒരു പോയിന്റിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു എല്ലാ കുട്ടികളും സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇവർ 2 പേരും വേറെ ഐഡിയൊക്കെ ആയിരുന്നെങ്കിലും അവരൊരു പോയിന്റിൽ 2 പേരും ഒരുമിച്ചു. അതുകൊണ്ട് മാത്രമായിരുന്നു ഒരു പ്ലാന് ഒരു കുഴപ്പമില്ലാതെ സക്സസ് ആയത്. അല്ലെങ്കിൽ എന്തായാലും പോയിന്റ് വെച്ചിട്ട് ഫെയിലായി പോയേനെ.